പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടു. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഷാഫി പറമ്പിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയാണ് അദ്ദേഹം പോയത്. ബാക്കി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു വിശദമാക്കിയത്? ഷമി, കണ്ണൂർ DCC ഓഫീസിൽ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഈ ഷാഫി പറമ്പിലിനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിക്കുകയും എന്നാൽ അദ്ദേഹം മറുപടി പറയാതെ മടങ്ങുകയുമാണ് ചെയ്തത്. NSSനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഈ SNDP സ്വീകരിച്ച നിലപാടെല്ലാം സംബന്ധിച്ചാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഈ NSSുമായി യാതൊരു തർക്കങ്ങൾക്കുമില്ല, അവർ അവരുടെ അഭിപ്രായമാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടിയത്. അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നുള്ളത് NSS തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും NSS അഭിപ്രായം പറയുന്നതാണ്. എല്ലാ സാമുദായിക സംഘടനകളുമായും നല്ല ബന്ധമാണ് UDFനും കോൺഗ്രസിനും ഉള്ളത് എന്നുള്ള കാര്യമാണ് വി.ഡി. സതീശൻ കണ്ണൂരിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഈ ഷാഫി പറമ്പിലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വി.ഡി. സതീശൻ മറുപടി നൽകിയില്ല. ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കൂടി വി.ഡി. സതീശൻ നടത്തി. ഒരു വർഗീയതയോടും ഒരു മൃദു സമീപനം സ്വീകരിക്കാത്ത മുന്നണിയാണ് UDF എന്ന് അവർ വി.ഡി. സതീശൻ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുമായി തോളിൽ കൈയിട്ടുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത് പറയുന്നത്. സന്തോഷ്, ഈ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ CPM അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷ പ്രചരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷവും ഇല്ലാത്ത അയ്യപ്പ വിശ്വാസം ഇപ്പോൾ CPMനുൾപ്പെടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പരാമർശിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ UDF അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അക്കാര്യത്തിൽ വെള്ളം ചേർക്കാൻ UDF തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ഒരു ഭാഗത്ത് കഴിഞ്ഞ പരസ്യമായി തന്നെ വി.ഡി. സതീശൻ തന്നെ നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ അവരെ വർഗീയ കക്ഷിയല്ലെന്നും അവർ ഇപ്പോൾ ആ നിലപാട് തിരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കൂടെ കൂട്ടി പാലക്കാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന നിലയാണുള്ളത്. ആ ഘട്ടത്തിൽ കൂടിയാണ് വി.ഡി. സതീശന്റെ ഇത്തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായും ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യം ചേരുകയും അതേ സമയത്ത് തന്നെ വർഗീയതയുമായി സന്ധി ചെയ്യുകയില്ല എന്നുള്ള പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഷമി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടു. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.